ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒന്ന് കാണാം. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുകയാണ്, ഈ രണ്ട് റെസിപ്പീസ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് മഷ്റൂം പുലാവാണ്, മേത്തി മഷ്റൂം പുലാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തു വിട്ടത് ഇതൊരു സ്നാക്ക് ഐറ്റമാണ്, കണ്ണൂരിൻ്റെ സ്വന്തം കൽമാസ്. അപ്പോൾ ഇത് രണ്ട് റെസിപ്പീസും കാണാം. നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് മേത്തി മഷ്റൂം പുലാവാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ചെറിയ അരപ്പ് റെഡിയാക്കി വെക്കാം. സാധാരണ നമ്മൾ പുലാവിന് ഉണ്ടാക്കുന്ന അതേ അരപ്പ് തന്നെയാണ്. ഇപ്പോൾ ഒരു ജാറിലേക്ക് കുറച്ച് മിൻറ്റ് ലീഫും മല്ലിയിലയും ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. അതായത് ഒരു കൈപ്പിടിയോളം പുതിനയില, അതേ അളവിൽ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 7 പച്ചമുളകോളം ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരമാണ് പച്ചമുളക് ഇത്രയും ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്ന കോലം റൈസ് ആണ്. നിങ്ങൾക്ക് ഇതിന് പകരം സാധാരണ സോന മസൂരി ഉണ്ടല്ലോ, അത് അതിലെടുക്കാം. ബുള്ളറ്റ് റൈസ് എടുക്കാം. ഇനി ബസ്മതി റൈസ് വേണമെങ്കിൽ അതും എടുക്കാം. പക്ഷേ ഞാൻ എടുത്തേക്കുന്നത് കോലം റൈസ് ആണ്. അതൊന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാൻ പോവാണ്. നന്നായിട്ട് അരി ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പുലാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കുക്കറിലാണല്ലോ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോട്ടിലേക്ക് കുറച്ച് എണ്ണയും നെയ്യും രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോൾ സ്പൈസസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഷാജീരം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 4-5 ഏലക്ക, 5-6 ഗ്രാമ്പു, പിന്നെ ഒരു മറാഠി മുഗ്ഗ് എന്ന് പറയും, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റാർ അനീസ്, പട്ട, ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ലാം വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സ്പൈസസ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഷാജീരം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏതൊക്കെ സ്പൈസസ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. പുലാവിനാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത്, ജസ്റ്റ് നല്ലൊരു മണം വരുന്ന സമയത്ത് ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഉള്ളിയാണ്, നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വെന്ത് കിട്ടിക്കോളും. ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. ഒരുപാടൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിനകത്ത് മഷ്റൂമും എല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് കളർ മാറുന്നവരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഈ ഒരു കളറായി കിട്ടിയാൽ മതി. ഈ സമയത്ത് ഞാൻ മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് മേത്തി ലീവ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കസൂർ മേത്തി ഇല്ലേ, ഉണങ്ങിയത്, അതായാലും ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് ചേർക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നെയ്യിനകത്ത് ഹോൾ സ്പൈസസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ കസൂർ മേത്തി ചേർത്ത് കൊടുക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് മേത്തി ലീവ്സ് ചേർത്താലും മതി. ഇത് രണ്ടിൽ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ മേത്തി ലീവ്സ് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു മണം ഉണ്ടാവുമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ മേത്തി ലീവ്സ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ അതിൻ്റെ കയ്പ്പ് കംപ്ലീറ്റ്ലി അങ്ങ് മാറി കിട്ടിക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ കയ്പ്പ് അടിക്കും കേട്ടോ പുലാവിന്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് മേത്തി ലീവ്സിൻ്റെ കയ്പ്പ് കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പാക്കറ്റ് മഷ്റൂമാണ് എടുത്തേക്കുന്നത്. 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് മഷ്റൂം ഇങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴേക്കും ഈ മഷ്റൂമിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയെന്ന്. കാരണം അടച്ചു വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഷ്റൂം പെട്ടെന്ന് വെന്ത് പോവുകയും ചെയ്യും. എന്നാൽ ഭയങ്കര വാട്ടറി ആയിട്ട് തോന്നിക്കും. അത് ഒഴിവാക്കാനായിട്ട് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. മഷ്റൂം പെട്ടെന്ന് വേവുകയും ചെയ്യും, വെള്ളം പെട്ടെന്ന് വറ്റുകയും ചെയ്യും. അത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തോന്നുമ്പം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ നമ്മൾ ചേർത്തേക്കുന്ന അരപ്പിൻ്റെ റോ സ്മെല്ലൊന്ന് പോകുന്നതിന് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് സെയിം ജാറിലേക്ക് കുറച്ച് തക്കാളി ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ തക്കാളി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല, തക്കാളി അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നല്ലതുപോലെ പുളിയും ഉണ്ടാവും. നമ്മുടെ ഈ റൈസിന് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തക്കാളി ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സെയിം ജാറിലാണ് അരയ്ക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. തക്കാളിയുടെ ആ റോ സ്മെല്ലൊക്കെ പോകണം. അതേപോലെ ഇപ്പം ഈ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, വീണ്ടും ഒന്നും കൂടി കട്ടിയാവും, ഒന്നും കൂടി കുറുകി വരും, കളറും ചേഞ്ച് ആയി വരും. അപ്പോൾ അതുവരെ വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്നെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കാം. ഇതാ ഇപ്പം അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട്, കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം കുറച്ചും കൂടി കട്ടിയായി വന്നല്ലോ. നമുക്ക് ഈ സമയത്ത് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിന് താഴെ, 1/4 ടീസ്പൂൺ കുറച്ച് മുകളിലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഗരം മസാലയെക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റ് ബിരിയാണി മസാലയാണ്. ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. ബിരിയാണി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ അതന്നെ ചേർത്തോളൂ. അപ്പോൾ ഒരു 1.25 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ടീസ്പൂൺ തൊട്ട് 2 ടീസ്പൂൺ വരെയൊക്കെ ആവാം. അപ്പോൾ പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്തു. 1 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഇനി നമുക്ക് റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. നിങ്ങളിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ബിരിയാണി പോട്ടിലായതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം റൈസ് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ മാത്രം റൈസ് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നീട് അത് കഴിഞ്ഞിട്ടും റൈസൊക്കെ ഒന്ന് മുകളിൽ കാണുന്ന വരെ അടച്ചു വെക്കണ്ട. കുക്കറായാലും ഈ പോട്ടായാലും അടച്ചു വെക്കണ്ട. റൈസ് ഒന്ന് മുകളിൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുതിർത്ത് മാറ്റി വെച്ചേക്കുന്ന അരി ഒരു 15 മിനിറ്റ് കുതിർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ആ റൈസും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതും ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് തൈരും ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തല്ല, ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. എല്ലാം നല്ലതുപോലെ തിളച്ചിട്ട് നമ്മുടെ ഈ റൈസൊക്കെ ഒന്ന് മുകളിലേക്ക് വരണം, റൈസ് ഒന്ന് കാണുന്ന രീതിയിലായി വരണം. ആ ഒരു സമയം വരെ അടച്ചു വെച്ച് തിളപ്പിക്കുക. ഞാനിപ്പം അതിന് മുകളിൽ വെയിറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഇതിപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടോട്ടലായിട്ട് എല്ലായിടത്തും ആ ഒരു ഗ്രീൻ കളർ എത്തുകയും ചെയ്യും. പിന്നെ മസാല മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരാതെ മസാല എല്ലായിടത്തും എത്തുകയും ചെയ്യും. ഇപ്പം ഞാൻ ഇത്രയും നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് അതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് വെക്കാം. എന്നിട്ട് അങ്ങനെ തന്നെ വേവിക്കാം. ഒരു 10 മിനിറ്റ്സോളം അടച്ചങ്ങ് വെച്ചേക്കാം. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തുറന്ന് നോക്കിയിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് ചോറൊന്ന് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ്സും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ അരി കുറച്ചും കൂടി വേകാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തു. പിന്നീട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അധികം ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാൻ പോവാണ് കേട്ടോ. വീണ്ടും വെയിറ്റ് എല്ലാം വെച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് വിടാൻ പോവാണ്. 10 മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ വിളമ്പുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് എടുത്താൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് റൈസ് കിട്ടിക്കോളും. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരു പുലാവാണിത്. നിങ്ങളൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതായത് കർണാടക സ്റ്റൈൽ ഫുഡ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പുലാവ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാൻ ചില ഐറ്റംസ് മാത്രമേ ഇങ്ങനെ എടുത്തെടുത്ത് പറയാറുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒന്നാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് സ്കൂളിലേക്കായാലും അല്ലെങ്കിൽ ഓഫീസിലേക്കായാലും കൊടുത്തുവിടാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് ഐറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവൊക്കെ നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഈ പറഞ്ഞ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം, മറക്കല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് കണ്ണൂരുകാരുടെ സ്വന്തം കണ്ണൂർ തട്ടുകടയിൽ കിട്ടുന്ന കൽമാസ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കൽമാസ് ആണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിന്ന് എടുത്തേക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ചിക്കൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. 1/2 kg ഉണ്ട്. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് വേവിച്ചെടുക്കണം. കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ എന്തായാലും വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും. അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ തന്നെ 1-2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ആ ചിക്കനിൽ വെള്ളമുണ്ട്. ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ വറ്റിച്ചെടുക്കണം. വെള്ളം കളയാൻ പാടില്ല. വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം വറ്റി കിട്ടിക്കോളും. നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിക്കോളും. അപ്പോഴേക്കും ചിക്കൻ ഒന്നും കൂടി വേവുകയും ചെയ്യും. ഇതാ ഇപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത്
ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി പിച്ചി ഇടാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടായാലും എങ്ങനെയായാലും ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതൊന്ന് പൊടിപ്പൊടിയാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം നമ്മളിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ചോപ്പറിലിട്ടിട്ട് ഒന്ന് പൊടിപ്പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പൊടിപ്പൊടിയായി പോയത്. നിങ്ങൾക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അതായാലും മതി. എനിക്ക് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ചോപ്പർ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ഉള്ളി ഒന്ന് വെന്ത് വരണം, അത്രേ ഉള്ളേ. പിന്നെ ഞാൻ ചോപ്പറിൽ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി, കാരണം വളരെ പൊടിപ്പൊടിയായിട്ടാണ് അരിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ഒരു പിങ്ക് കളറൊക്കെ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ വീണ്ടും ഒന്ന് ഇളക്കിയെടുത്തു. പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ഇത് മൂന്നും ഒന്ന് ചതച്ചെടുക്കാം. പക്ഷേ എനിക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ടും ക്ഷമയില്ലാത്തതുകൊണ്ടും ഞാൻ പച്ചമുളക് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ചേർത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡറും പിന്നെ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ നല്ല മണവും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാൻ പറയാൻ വിട്ടുപോയി, മഞ്ഞപ്പൊടി എന്തുകൊണ്ടാണ് ചേർക്കാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി ചിക്കൻ വേവിക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ചേർക്കാത്തത്. പിന്നെ ചിക്കൻ ഓൾറെഡി നല്ല യെല്ലോ കളറായി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇനി മഞ്ഞപ്പൊടി ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അഥവാ മഞ്ഞപ്പൊടി കുറഞ്ഞൊന്നും തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ. അപ്പോൾ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി വരുന്നവരെ ചൂടാക്കി എടുക്കുക. ചിക്കൻ ഓൾറെഡി വെന്തതാണ്, എന്നാലും ഈ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടണമല്ലോ ചിക്കനിലേക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് പിടിച്ചോളും ചിക്കനിൽ. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്തു. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്തെങ്കിലും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് കുഴയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിന് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ നെയ്പ്പത്തലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ, അത് തന്നെയാണ് സംഭവമേ. അപ്പം അരപ്പ് റെഡിയാക്കാനായിട്ട് ചെറിയ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കപ്പിൽ 1 കപ്പ് അളവിലാണ് പൊടി എടുക്കാൻ പോകുന്നത്, അരിപ്പൊടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഒരു 2-3 ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കാൻ പാടില്ല, ചതച്ചെടുക്കുക. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് കപ്പിലാണോ തേങ്ങ എടുത്തത് അതേ കപ്പിൽ അരിപ്പൊടി എടുക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തത്, 1 കപ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇടിയപ്പപ്പൊടിയാണ്. ഇടിയപ്പപ്പൊടി അല്ലെങ്കിൽ പത്തൽ പൊടിയൊക്കെ ഇല്ലേ, അതാണ് വേണ്ടത്. പുട്ടുപൊടിയല്ല, ഇടിയപ്പം, പത്തൽ ഇങ്ങനത്തെ പൊടികളാണ് വേണ്ടത്. ഞാൻ എടുത്തേക്കുന്നത് പച്ചവെള്ളത്തിൽ കുഴയ്ക്കാൻ പറ്റിയ പൊടിയാണ് കേട്ടോ. പക്ഷേ എന്നാലും ചൂടുവെള്ളത്തിലാണ് കുഴച്ച് കാണിക്കുന്നത്. കാരണം എല്ലാവരുടെ കയ്യിലും ഈ പൊടി കിട്ടണമെന്നില്ല. സാധാരണ എല്ലാവരും വീട്ടിൽ തന്നെ അരി പൊടിപ്പിച്ചിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചൂടുവെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ അരിപ്പൊടിയിലേക്ക് നേരത്തെ അരച്ച് മാറ്റിയത് അല്ലെങ്കിൽ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ചേർക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ആദ്യം തന്നെ. എല്ലാം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. നല്ല തിളച്ച വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തവി യൂസ് ചെയ്തിട്ട് ഇളക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കാരണം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു തവി യൂസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മാവിലേക്ക് എല്ലായിടത്തും വെള്ളം എത്തിയെന്ന് തോന്നുന്ന സമയത്ത് അടച്ചു വെച്ചേക്കുക. ഒരു 5 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആവട്ടെ. അല്ലെങ്കിൽ നമ്മുടെ മാവ് ഒന്ന് തണുത്തു എന്ന് തോന്നുന്ന സമയത്ത് കൈ കൊണ്ട് ഇളക്കി കൊടുക്കാൻ പറ്റുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുറച്ച് സമയമെടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നാലേ നമ്മുടെ മാവ് സോഫ്റ്റ് ആവത്തുള്ളൂ, എന്നാലേ നമ്മുടെ കൽമാസ് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അതായത് ഔട്ടർ പാർട്ടില്ലേ, അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി എത്രത്തോളം കുഴയ്ക്കാൻ പറ്റുമോ അത്രയും കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഇതാ ഇപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുമുണ്ട്. ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുന്ന സമയത്ത് ഈസി ആയിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് മാവ്
മാവൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കുത്ത് പ്ലേറ്റ് ഉണ്ടെങ്കിൽ നല്ലത്, അതില്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിത്തട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഏതാണെങ്കിലും കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം മാറ്റി വെക്കണം. ഇനി നമുക്ക് കൽമാസിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൗൾ ഷേപ്പിൽ മാവ് എടുക്കുക, നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. പിന്നീട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക, കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താലും മതി. ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ തീരെ അങ്ങ് കനം കുറയാനും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ട് ഇരിക്കട്ടെ, ഒരുപാട് തിക്നെസ് വേണ്ട കേട്ടോ. എന്നിട്ട് നടുക്കായിട്ട് ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, ഉണ്ടാക്കി വെച്ചേക്കുന്ന ചിക്കൻ മസാല ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിൻ്റെ രണ്ടറ്റവും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഷാർപ്പായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. പിന്നീട് അതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ആവാത്ത രീതിയിൽ തന്നെ ഇരുന്നോളും. ഒന്ന് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. കാരണം ഞാനിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരെണ്ണത്തിനകത്ത് സമയമില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരെണ്ണം ശരിക്ക് ജോയിൻ ആയിട്ടില്ലായിരുന്നു, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ പിന്നെ കാണാനും പറ്റും. ഇതുപോലാണ് കേട്ടോ ഉരുട്ടിയെടുക്കേണ്ടത്. പൊതുവേ നമ്മുടെ നാട്ടിൽ തട്ടുകടയിലൊക്കെ കാണുന്ന ഇങ്ങനത്തെ ഷേപ്പിലാണ്. ഇനി ഇങ്ങനത്തെ ഷേപ്പ് എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താലും മതി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൊഴുക്കട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. നമ്മൾ തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് പകരം ഇങ്ങനത്തെ ഷേപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടാൻ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ ഉണ്ടാക്കിയാലും മതി. ഏതായാലും ടേസ്റ്റ് ഒക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു 4-5 കൽമാസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ആവി വന്നോട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം പൊട്ടിപ്പോയിന്താ ഇതാണ് കേട്ടോ. സോ അതുകൊണ്ട് നിങ്ങൾ സീൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് വൃത്തിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, എന്നാൽ പൊട്ടത്തൊന്നുമില്ലേ. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൽമാസ് അവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം. പക്ഷെ നമുക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ചെറിയൊരു മസാലയാണിത്. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടിരുന്നോട്ടെ, കട്ടിക്ക് വേണ്ട, അത്യാവശ്യം ഒന്ന് ലൂസായിട്ടിരുന്നോട്ടെ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു കൽമാസ് ഉണ്ടല്ലോ, ഓരോന്നിലും ഇങ്ങനെ അരപ്പൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അരപ്പ് തേച്ച് പിടിപ്പിക്കുന്നത് അതുപോലെ, അത്രേ ഉള്ളൂ കേട്ടോ. അതാ ഞാൻ പറഞ്ഞു ഒരുപാട് കട്ടിക്ക് വേണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പുക മണക്കും, എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ ഈ ഒരു മസാല. ഇതങ്ങനെ നമ്മുടെ എല്ലാ കൽമാസിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് മതി, തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയേ. അങ്ങനത്തെ എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഓരോ കൽമാസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, മേ ബി 1 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡിലും എല്ലാ മസാലയും ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൽമാസ് റെഡി ആയിട്ടോ. ഇത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ.